അപ്പൊ ഇന്ന് രാവിലെ വെള്ളയപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ രാവിലത്തെ ചായക്കെല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതിന് ശേഷം പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മോരുകറി ഉണ്ടാക്കി. അപ്പൊ ഇന്ന് ലഞ്ച് ബോക്സൊന്നും എടുത്തില്ല. കാരണം ഇന്ന് മോരുകറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇന്നലെ വൈകുന്നേരം അനുചേട്ടൻ വന്നപ്പോൾ കുറച്ച് മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പൊ അത് പിള്ളേര് പോയതിന് ശേഷം മീൻകറി വെക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പിന്നെ മോരുകറി മാത്രം വെച്ചത്. അവർക്ക് സ്കൂളിലേക്കുള്ളത് കൊടുത്തു വിട്ടു. അതിന് ശേഷം പിന്നെ ചായ കുടിച്ചു. പിള്ളേര് സ്കൂളിൽ പോയി. പിന്നെ ഞാൻ എൻ്റെ കുളി കഴിഞ്ഞിട്ട് ചായ കുടിച്ചതിന് ശേഷം പിന്നെ മീൻ വെക്കാനായിട്ട് തുടങ്ങി. അപ്പം മോദയാണ്. അപ്പം മീനെല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ പൊടികളെല്ലാം ചേർത്ത് വെള്ളം ഒഴിച്ച് കുടപ്പുളി ഇട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ മീനൊക്കെ പറക്കിയിട്ടു. അപ്പോൾ അതൊന്ന് ഒരുവിധം കുറുകി വന്നപ്പോൾ ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. എനിക്ക് തക്കാളി മീൻ കറിയിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒന്നാം പാൽ ഒഴിച്ച് മീൻകറി റെഡിയാക്കി. പിന്നെ ഒരു ടേസ്റ്റിനും ഭംഗിക്കൊക്കെ ആയിട്ട് ഉള്ളി വറുത്തിടുന്നുണ്ട് ട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.